ഇല്ല. ഞാൻ താൻ AR റഹ്മാൻ. ആണോ? ആമാ. പ്രശസ്ത സംഗീത സംവിധായകൻ AR റഹ്മാനാണോ? ആമാ. അപ്പൊ ഇതാരാ? ഇത് അണ്ണൻ AR ഹനുമാൻ. ഞാൻ ഇതുവരെ സാറിനെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് സാറിനെ കാണുന്നത്. കാണാൻ വഴിയില്ല, കളറ് ഗ്യാരണ്ടി കളറാ. അതുകൊണ്ടല്ലേ? സാറ് എനിക്ക് ചില സംശയങ്ങളൊന്നും ചോദിക്കേണ്ട വിരോധമില്ലല്ലോ. എന്താണ്? സാറിന് ആരാണ് സംഗീതം പഠിപ്പിച്ചത്? എനിക്ക് വന്ന് സംഗീതം ചൊല്ലിക്കൊടുത്തത് ചെമ്പൈ ഭാഗവതർ. ഓ, ചെമ്പൈ ഭാഗവതരാണോ? ആമാ. അദ്ദേഹത്തിന് സംഗീതം പഠിപ്പിച്ചതാരാന്നറിയോ? ചെമ്പൈ ഭാഗവതർക്ക് സംഗീതം ചൊല്ലിക്കൊടുത്തത് പിച്ചളൈ ഭാഗവതർ. അയ്യോ, അപ്പൊ അദ്ദേഹത്തെ സംഗീതം പഠിപ്പിച്ചതാരാ? അദ്ദേഹത്തിന്റെ സംഗീതം പഠിപ്പിച്ചത് അലുമിനിയം ഭാഗവതര്. അയ്യോ, മലയാളത്തിൽ പറഞ്ഞാൽ മതി. മലയാളം അറിയാവോ? അതെ. എങ്ങനെ അറിയാം? എനിക്ക് തമിഴ് അറിയാം. തമിഴ് അറിയാം, മലയാളം അറിയാം. അതെ. തമിഴ് എങ്ങനെ അറിയാം? ഞാൻ കുറച്ചാള് ബോംബെയിലായിരുന്നു. ഓ, അത് ശരി. ഞാന് സാറിനെ പരിചയപ്പെടണമെന്ന് പറഞ്ഞത് വേറെ ഒന്നിനും വേണ്ടിട്ടല്ല. ഇപ്പൊ അടുത്തായിട്ട് ഞാൻ അഭിനയിക്കുന്ന മലയാള സിനിമയില് സാറിനെ കൊണ്ടൊരു സംഗീതം ചെയ്യിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഒരു പ്രത്യേകത വേണം. ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത ഒരു പാട്ട് വേണം. ആരും കേൾക്കാത്ത പാട്ട്? ഇതുവരെ ആരും കേൾക്കാത്ത ഒരു പാട്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച കമ്പോസ് ചെയ്തൊരു ഗാനമുണ്ട്. ആരും കേൾക്കാത്ത, ആരും കേട്ടിട്ടില്ല. അന്ന് കേട്ടു നോക്കി, അങ്ങനെ ഉണ്ടെന്ന് കേക്ക്. അയ്യോ, പാട്ടെവിടെ? പാട്ട് കേൾക്കുന്നില്ല. ഈ പാട്ടിന്ന് അവരാരും കേട്ടിട്ടില്ല. ഇത് പുഷ്പവിമാനം എന്ന് പറഞ്ഞ പാടത്തിലെ പാട്ടാണ്. ഓ, അത് ശരി. അയ്യോ, അത് പറ്റില്ല. ഇതുവരെ ആരും കേട്ടിട്ടുണ്ടാവാൻ ചെയ്തതെന്നാ. എനിക്ക് ഇപ്പൊ കേൾക്കും വേണം. അങ്ങനത്തെ പാട്ട് വേണം. ഇപ്പൊ കേൾക്കണം. സാറ് തന്നെ ഒരുപാട് ത്രില്ലിംഗ് ആയുള്ള പാട്ടുകൾ ചെയ്തിട്ടുണ്ടല്ലോ. ഓ, അങ്ങനത്തെ ഒരു പാട്ട് വേണം. ശരി. നല്ല ത്രില്ലിംഗ് ഉള്ള പാട്ട്. നല്ല ത്രില്ലിംഗ്, നല്ല തെറിച്ചു പോണ പാട്ട്. അതെ. മുറുക്കി പിടിച്ചിരുന്നോ? ശരി. അല്ലെങ്കിൽ തെറിച്ചു പോകും. ഞാൻ തന്നെ കമ്പോസ് ചെയ്തൊരു ഗാനം, തണുപ്പത്ത് പാടുന്ന ഗാനം. സൗണ്ട് എന്ന് പറഞ്ഞാൽ ചില്ലിരിക്കും. പട്ടി കനാലിൽ ഉള്ള സൗണ്ട്. ചിക്കപ്പൊക്ക് റെയിലേ കല്ലക്കെട്ട് പാറത്ത് സ്റ്റൈലേ ചിക്കവാറ് മയിലേ ഇപ്പൊ ഓക്കെ ഞാൻ അടിക്കൊള്ളു. അയ്യോ, ഇത് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഇത് പോരാ, വേറൊരു വെറൈറ്റി വേണം. വെറൈറ്റി വേണം. വെറൈറ്റി ആയിരിക്കണം. വെറൈറ്റി. ഇത് വെറൈറ്റി ആക്കണം. അതെ അതെ, പാടിത്തരാം. ചിക്കപ്പൊക്ക് റെയിലേ കലക്കിത് സ്റ്റൈലേ ചിക്കുവാറ് മയിലേ ചിക്കുവാറ് മയിലേ ചിക്കപ്പൊക്ക് റെയിലേ കല്ലക്കത്ത് പാറത് സ്റ്റൈലേ ചിക്കുവാറ് മയിലേ ചിക്കപ്പൊക്ക് റെയിലേ കല്ലക്കത്ത് പാറത് സ്റ്റൈലേ ജീൻസ് പാന്റ് താൻ പോട്ടാച്ച് മോട്ടോർ സൈക്കിളില്ല ബന്ധാച്ച്. അയ്യോ, നിർത്തണേ. ഇയാൾ എന്തോടോ ജീൻസ് പാന്റ് ഇട്ടിട്ട് മോട്ടോർ സൈക്കിളിലാണ് ശബരിമല അയ്യപ്പന്മാരെ കൊണ്ടുപോകാൻ പോകുന്നത്? ഇതൊന്നും പറ്റില്ല. വേറൊരു വെറൈറ്റി വേണം. സാധാരണ ഈ മാപ്പിള പാട്ടുകളുടെ ഒക്കെ ഒരു ലൈനിൽ ചെയ്യാറില്ലേ? മാപ്പിള പാട്ടിൽ ലൈനിൽ ചെയ്യണം. അങ്ങനത്തെ ലൈനില് ഞാൻ ഒന്ന് ലൈനിലാക്കി തരാം. ശരി, അന്ന് കേട്ടു നോക്ക്. ലൈനാക്കാൻ ഞാൻ എടുക്കണ. ചിക്കപ്പൊക്ക് റെയിലേ കലക്കിത് പാറത് സ്റ്റൈലേ ചിക്കുവാറ് മയിലേ ഇപ്പൊ ഓക്കെ ഞാൻ അടിക്കൂലേ ജീൻസ് പാന്റ് താൻ പോട്ടാച്ച് മോട്ടോർ സൈക്കിളില്ല ബന്ധാച്ച് ചിക്കപ്പൊക്ക് അത് വേണ്ട. ഈ കിണ്ടാങ് അതൊന്നും പറ്റില്ല. ഇതൊക്കെ മാപ്പിളപ്പാട്ട് ഞങ്ങൾ ഒരുപാട് കേട്ടില്ല. അതിന് വേണമെങ്കിൽ ഇവിടെ VM കുട്ടി വന്നിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെ കൊണ്ട് ചെയ്യിച്ചോളാം. ഇത് പറ്റില്ല. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാല് ഇതുവരെ അധികം കോമൺ ആയിട്ടില്ല ഈ കൊങ്കണി പാട്ടുകളൊക്കെ ഇല്ലേ? കൊങ്കണി പാട്ടുകൾ, അതും ഈ മാപ്പിളപ്പാട്ടും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ വെറൈറ്റി ഉണ്ടാവും. കൊങ്കണി പാട്ട് മിക്സ് ചെയ്യണം. മാപ്പിളപ്പാട്ടുമായിട്ട് മിക്സ് ചെയ്താല് ഒരു പുതിയ വെറൈറ്റി ആവൂലേ? അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കൊങ്കണി പാട്ട് മുസ്ലിം ഗാനായിട്ട് പാടണം. പാടിത്തരാം. ഇതൊക്കെ അഡ്വാൻസ് ആയിട്ട് പറയണം. അഡ്വാൻസ് ആയിട്ട് പറഞ്ഞാൽ മനസ്സിലായി. ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഒരു പുതിയ വെറൈറ്റി ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സങ്കടം കൊടുക്കുന്നുണ്ട് സീതാ നമ്മളെ പൂൾ വെച്ചില്ലേ എന്തോരു ദുഃഖ സങ്കടമുണ്ട് വെറുതെ പണ്ടാറം വെക്കാനായി അവിടെ ഇവിടെ കുത്തിയർന്ന് കത്തുമറച്ച് നമ്മൾ സാകും 691 രൂപ കൊടുത്തു വാങ്ങിച്ചോറു സാറിനം വെറുതെ കൊടുത്തു ഫ്രീ ആയി നെഹ്റു പാർക്കിന്റെ മുലർന്ന് ഐസ് നക്കി തിന്ന് ഐ ലവ് യു കൊടുത്തു സീതേ ഒരു സാവന്തന്റെ കെടുത്ത് വന്നിട്ട് ഇരുന്നിട്ട് അമ്പള മുട്ടത്തിട്ട് സൊള്ളി നടന്ന് റോസാപ്പൂ മണത്ത് സുത്തി നല്ല രസമുണ്ട് കോഴമ്പൊണ്ണിന്റെ നിറകെ കയറിറന്ന രസമുള്ള പക്കുവട 5ഉം 10ഉം 3 നക്കി തിന്നില്ലേ ഇപ്പൊ നമ്മളെ കണ്ടാൻ മിണ്ടാൻ കൊടുക്കുന്നില്ല ചിരിക്കാൻ കൊടുക്കുന്നില്ല നമ്മൾ വെറുതെ സുന്ദരിയാണവൾ കമ്മത്ത് നമ്മൾ വെറുതെ നല്ലൊരു പാട്ട് പാടി സം സങ്കടം വരാൻ കൊടുത്തത് കാര്യം
പ്രായം വേറെ ഉണ്ടായി നമ്മുടെ മുഖത്ത് നോക്കിയിട്ടാവിൽ തന്നെ